മലയാളികളെയും മലയാള സിനിമാ ലോകത്തെയും ഏറെ വേദനിപ്പിച്ച ഒരു വിയോഗമായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റേത്. 2018 സെപ്റ്റംബർ 25-നായിരുന്നു ബാലഭാസ്കറിന്റെയും അദ്ദേഹത്തിന്റെ മകളുടെയും മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത്. ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. മകൾ സംഭവ സ്ഥലത്ത് വെച്ചും ബാലഭാസ്കർ ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെടുന്നത്. ഭാര്യ ലക്ഷ്മി ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു. ഇപ്പോഴും ഈ അപകടത്തിന്റെ കേസ് നടക്കുകയാണ്. ഇതിനിടെ ഇപ്പോഴിതാ ബാലഭാസ്കറിന്റെ മരണം കൊലപാതകം തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് അച്ഛൻ CK ഉണ്ണി. ഡ്രൈവറായ അർജുന്റെ പേരിൽ ATM കവർച്ച, ഭവനഭേദന കേസ് തുടങ്ങിയവ ഉണ്ടായിരുന്നുവെന്നും ബാലഭാസ്കറിനെ കൊന്നതാണെന്നും ഉണ്ണി പറയുന്നു. മാത്രമല്ല, ഈ കാര്യങ്ങൾ അറിയുന്നത് അപകടത്തിന് ശേഷമാണെന്നും ഉണ്ണി വ്യക്തമാക്കി. ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമാണെന്നും പിതാവ് സംശയമുന്നയിച്ചു. അതേസമയം ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുമായി തങ്ങളുടെ കുടുംബത്തിന് ഇന്ന് ഒരു ബന്ധവും ഇല്ലെന്നും ലക്ഷ്മി തങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നും ഉണ്ണി വെളിപ്പെടുത്തി. ലക്ഷ്മിയുമായി യാതൊരു ബന്ധവും നിലവിലില്ല. അവർ ഞങ്ങളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. ലക്ഷ്മി സംസാരിക്കാതിരിക്കാൻ കാരണം അറിയില്ല എന്നും വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്നും ഉണ്ണി പറയുന്നു. ലക്ഷ്മിക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അതിനാൽ അവരെ ഇപ്പോൾ വിളിക്കാറുമില്ല. എന്നാൽ തങ്ങൾ തമ്മിൽ വഴക്കാണെന്നും പലരും പറയുകയുണ്ടായി. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നും എതിർപ്പുണ്ടാകേണ്ട കാര്യമൊന്നുമില്ലെന്നും ബാലഭാസ്കറിന്റെ പിതാവ് കൂട്ടിച്ചേർത്തു.